ഇപ്പൊ ഫ്രീ ആയി, ഇനി തുടങ്ങാം. ബാ ചളി ബാക്ക് അഗൈൻ. യെസ്, വെൽക്കം ബാക്ക് ടു അൽത്താഫ് വ്ലോഗ്സ്. അല്ലല്ലോ, തുടങ്ങും. എനിക്ക് ചളിയുടെ ചോദ്യമൊന്നും വരില്ല കേട്ടോ. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഒരു യോജിപ്പുമില്ല. ഇപ്പോഴും തന്നെ പറയുന്നു, +2 എങ്കിലും മിനിമം കഴിയാതെ പിള്ളേർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കരുത്. എന്താണ് അവർ യൂസ് സ്മാർട്ട് ഫോൺ? നമ്മളെ തിരിച്ചറിയുന്നു, നമുക്ക് കാശ് കൊടുത്താൽ നമുക്കത് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് എന്താ ഞാൻ പഠിക്കണ്ട. Once again back to Facebook അല്ല YouTube, Instagram. Come on അച്ചു, ഐഷു, come on. ഹായ് ഹലോ, വെൽക്കം ടു ചേതന FM 90.8 ഫേസ് ടു ഫേസ്. ഞാൻ അച്ചു ആണ്. എന്റെ കൂടെ ഇന്നൊരു അടിപൊളി വ്യക്തിയാണ് കേട്ടോ കൂടെ ഉള്ളത്. ആളൊരു RJ ആണ്, VJ ആണ്, വ്ളോഗർ ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, വിവാദ നായകനാണ്. നമുക്ക് വെൽക്കം ചെയ്യാം RJ അൽത്താഫ്. നമസ്കാരം, വെൽക്കം ടു ഫേസ് ടു ഫേസ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇഷ്ടപ്പെട്ടു. ഒട്ടും കുറയ്ക്കണ്ടെന്ന് വെച്ചു. അതെ, നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ വലിപ്പത്തിനനുസരിച്ച് വേണമല്ലോ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എന്താ ഇപ്പം എന്തൊക്കെയുണ്ട് ഇപ്പൊ നിലവിൽ പറയാനുള്ള വിശേഷങ്ങൾ? ഇപ്പൊ നല്ല മഴയുണ്ടായിരുന്നു വന്ന വഴിക്ക്, അതാണ് ഏറ്റവും നല്ല വിശേഷം. ചൂടിനൊക്കെ ഒരു കുറവ്, ചെറിയൊരു കുറവ്. അങ്ങനെ മഴ വരട്ടെ, ഭയങ്കര ബുദ്ധിമുട്ട്. റോഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ നമ്മൾ പോകുന്നത്, അപ്പൊ ഈ മഴയൊക്കെ ശരിക്ക് നനയുമായിരുന്നു. നനഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കാറിനകത്ത് നമുക്ക് സന്തോഷം, പക്ഷെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഒരുപാട് ഒരു മഴ നനഞ്ഞൊക്കെ നിൽക്കുന്നു. എനിക്ക് ആ ഒരു നിമിഷം പെട്ടെന്ന് തോന്നി, കാർ കൊണ്ടിടിച്ച് എല്ലാവരും തെറിപ്പിച്ചാലോ എന്ന്. എന്നാ പിന്നെ അതിന് പകരം മറ്റൊരു കാര്യം ചെയ്യായിരുന്നു. കാരണം ആളിനെ കൊണ്ടിരിക്കുന്നത് പോസിബിൾ അല്ല. പിന്നെ വേണമെങ്കിൽ അവിടെ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് തട്ടിത്തെറിപ്പിച്ച്, കാരണം നമ്മുടെ വൈബ് തന്നെ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കുട്ടികളുള്ളപ്പോഴാണ് പക്ഷെ ഒരു സുഖം കിട്ടുന്നത്. ഫുള്ളിങ്ങനെ ചെളിയൊക്കെ നിറച്ച് വീട്ടിലേക്ക് കുട്ടികൾ ആത്മാർത്ഥമായിട്ട് ആ ചെളിയും വെച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്. അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, കാരണം സ്കൂൾ അടപ്പാണല്ലോ. ഇനിയിപ്പം മഴക്കാലം വരികയാണ്, സ്കൂൾ തുറക്കാനും പോവാണ്. അതെ, ഓക്കെ. പിന്നെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഇപ്പൊ എല്ലാവരും അറിയപ്പെടുന്നത്. ഞാൻ ഇൻഫ്ലുവൻസർ കാര്യമില്ല, കാണുന്നവരെ നിങ്ങളാ പറയേണ്ടത്. എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ടോ? അതെ, ഞാൻ എനിക്കത് ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസർ ആവുന്നത് കാണുന്നവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം, എന്നല്ലേ കാര്യമുള്ളൂ. അപ്പൊ സ്വയം തോന്നിയിട്ടുണ്ടോ എന്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും? ഉറപ്പായിട്ടും ഉണ്ട്, അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ട് തീർച്ചയായിട്ടും. അതായത് കേരളത്തിൽ കപ്പിൾ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് അഡ്രസ് ചെയ്യപ്പെട്ടത് എന്റെ ഒരു സ്പീക്കപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് അതിലേക്ക് ആർക്കും വിളിക്കാൻ സംസാരിക്കാം, അവരുടെ വോയിസ് കാര്യങ്ങൾ പുറത്തു വരത്തുള്ളൂ, അഡ്രസ്സോ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരത്തില്ല. ഫോൺ നമ്പർ പോലും ഞാൻ പുറത്തു വിടത്തില്ല, എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് പോലും പേര് അറിയത്തില്ല. അവർ വിളിക്കും, നമ്മൾ പ്രോഗ്രാം ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഇങ്ങനെ പല ആളുകളുമായിട്ട് എന്നെ ഇങ്ങനെ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി അപ്പോഴും അവരുടെ പേരോ ഡീറ്റെയിൽസോ പറഞ്ഞില്ല. ഇതിന് വേറൊരു പെൺകുട്ടിക്കും വരരുത്, അവർക്കോ പറയാൻ ധൈര്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഈ പെൺകുട്ടിയുടെ സഹോദരൻ കേട്ട്, സഹോദരന് വോയിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ആ സഹോദരൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവരുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയത്തില്ല. പക്ഷെ അവർ ചോദിച്ചു, ഇന്നാൾ വിളിച്ച നിങ്ങളെയാണോ വന്ന്. ഓക്കെ, അപ്പൊ തന്നെ അവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അതാണ് കൺഫേം ആയി. അങ്ങനെ പോലീസ് പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചോദിച്ചപ്പോഴും പെൺകുട്ടി എല്ലാം സമ്മതിച്ചു. അങ്ങനെ ഭർത്താവിനെയും ഈ ഗ്യാങ്ങിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ മൊത്തം വാർത്തയായി മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷെ എന്റെ ചാനലിലാണ് വിളിച്ചെന്ന് പറഞ്ഞു, ഒരു വ്യക്തിയുടെ വ്ളോഗറിന്റെ പേജിൽ വിളിച്ച് പെൺകുട്ടി സംസാരിച്ചതാണെന്ന് പറഞ്ഞു. കാര്യം നമ്മളെ ആരും പബ്ലിസിറ്റി തരത്തിലും ഒന്നുമില്ല. അത് അങ്ങനെ ആ ഒരു കപ്പിൾ സ്വാപ്പിംഗിന്റെ വിഷയത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ എന്റെ ഒരു വീഡിയോ കാരണമായതിൽ ഒരുപാട് സന്തോഷമാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അറിഞ്ഞില്ല, പറഞ്ഞതുമില്ല. പക്ഷെ നമ്മൾ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുവാണെങ്കിൽ അതിന് ഒരുപാട് പറയും. നെഗറ്റീവ് എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ മതി, അല്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും ആരും പറയത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നത് അതായിരിക്കും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. കണ്ണാടി വെച്ചോണ്ട് റൂമിനകത്ത് ഇരിക്കുന്ന ആരാ, ഇരുട്ടായിട്ടാ, ഈ എന്തോ ഇരുട്ടുണ്ട്. സത്യത്തിൽ പവർ ഗ്ലാസ്സാ, ഇത് പവർ ഉണ്ട്, എനിക്ക് കാഴ്ചക്കുറവുണ്ട്. പക്ഷെ ഇതാരും മനസ്സിലാക്കത്തില്ല. എന്തിനാ വെച്ച ഒരു പർപ്പസ് കാണുമല്ലോ, പിന്നെ നമുക്കിവിടെ വെട്ടമുണ്ട്. അപ്പൊ ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. അതിലല്ലാത്തിലും ഒരു കാണുന്ന ഗുമ്മായിട്ടിരിക്കട്ടെ, ഇതെല്ലാം അതുകൊണ്ട് ആർക്കും മനസ്സിലാകത്തില്ല. രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ ഇവിടെ, ആരെയും നോക്കാം, മാറി മാറി എന്റെ കണ്ടിരുമ്പോ നീ നിന്ന് നോക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കും. എങ്ങനെയാണ് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? അതിന് കുറച്ച് തുടക്കത്തിലേ പറയേണ്ടി വരും. അതായത് സ്കൂളിലൊന്നും പഠിക്കാൻ അത്ര മിടുക്കലൊന്നുമല്ല, സ്പോർട്സിലും എടുക്കില്ല, കലാകായികപരമായിട്ടോ പാട്ടോ ഡാൻസ് ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ 5ാം ക്ലാസ് വരെ 10 വരെ പഠിച്ചിട്ട് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റ് ഒരു സ്റ്റേജിൽ പോലും ഞാൻ കയറിയിട്ടില്ല. സ്റ്റേജ് പ്രോഗ്രാമിന് പോലും പോയിട്ടില്ല. കയറണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ടീച്ചേഴ്സ് പാട്ടിന്റെ മ്യൂസിക് പീരീഡിൽ ടീച്ചർ പാട്ട് പഠിക്കുമ്പോൾ എനിക്ക് പാടണം എന്നൊക്കെ ഞാൻ പാടുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് വരെ പഠിക്കും. നമ്മളൊന്നും ബാക്ക് ബെഞ്ചറാണ്. അത് അഭിമാനത്തെ ഒന്നും പറയുമല്ല, ഒരിക്കലും സന്തോഷമുള്ള കാര്യമല്ല. എല്ലാവരും ബാക്ക് ബെഞ്ചർ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മുമ്പിലായിട്ട്, അതായത് ഈ 60 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ ഈ 60 പേരെയും മകനെ പോലെയും മകളെ പോലെ കാണാൻ കഴിയുന്ന ടീച്ചേഴ്സിന് ഫ്രണ്ടിലിരിക്കുന്ന 3-4 പേരെ മക്കളെ പോലെ കാണുന്ന ടീച്ചർമാരായിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ, ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാലഘട്ടം സ്കൂളിൽ പോയത്. അതാർക്കെങ്കിലും
ചിലപ്പോൾ അത് പറയുമ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊന്നും നല്ലതൊന്നും കിട്ടിയിട്ടില്ല, സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നിങ്ങൾ പറയുന്നത് സ്കൂൾ പിരിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഏറ്റവും വലിയ ദുഃഖം, പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം അതായിരുന്നു. സ്കൂളിൽ പോലും പോകണ്ടായിരുന്നു. കാര്യം എന്താ, നമുക്ക് അവിടുന്ന് പഠിക്കുന്ന അധികം പഠിക്കുന്ന പിള്ളേർക്കും സ്പോർട്സിലോ കലയിലോ മികവുള്ള പിള്ളേർക്കും ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് എത്തി. പ്ലസ് ടുവിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ അതുവരെ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയം പ്ലസ് ടു 6 മാസം എടുത്ത് അതിൽ ടീച്ചർ പഠിപ്പിക്കുന്ന എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായി. ഏത് വരിക എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ടീച്ചർ എന്തോ വായിക്കുന്നു, എന്നിട്ട് ലെക്ചർ നോട്ട് എടുക്കാം. എനിക്ക് ലെക്ചർ നോട്ട് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം പിന്നെ പിള്ളേരിൽ എഴുതുന്നുണ്ടപ്പോൾ ഞാനും എഴുതാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അവിടെ ഒരു ബാക്ക് ബെഞ്ചർ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെങ്കിലും നമുക്ക് മെയിൻ ആവണം, ഫേമസ് ആവണം. അപ്പോൾ എങ്ങനെയും മെയിൻ ആവണം, ഫേമസ് ആവണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിച്ച ഫേമസ് ആണെന്ന് വിചാരിച്ചിട്ട് പലരും ഷോർട്ട് ഫിലിം അതൊക്കെ ആയിട്ട് പോയി. പലരും ഷോർട്ട് ഫിലിം അഭിനയിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വൈകിട്ട് 4 മണിക്ക് വിളിച്ചോണ്ട് വെളുപ്പിന് 6 മണി വരെ നിർത്തി. പിന്നെ അറിഞ്ഞ എന്നെ ലൈറ്റ് പിടിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിനിമയിലൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു കാര്യം, ആ സമയത്താണ് ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ 2011 ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇടുന്നത്, ഒരു ഷോർട്ട് ഫിലിം ചെറുതായിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബിൽ ഇടുന്നത്. അതിനുശേഷം 2017 കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ ഈ ആഗ്രഹം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ സിനിമയ്ക്ക് പോകാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നു. അന്ന് പബ്ലിക് ഒപ്പീനിയൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ടിപ്സ് തുടങ്ങി. പബ്ലിക് ഒപ്പീനിയൻ ആളുകളോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ വൈറലായി. അങ്ങനെ നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി ഒരുപാട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. നമ്മൾ വീട്ടിനകത്തായി പോയി. അപ്പോഴാണ് സ്പീക്കപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ആൾക്ക് എന്ന് വിളിച്ച് സംസാരിക്കാം. അതിനുശേഷം പിന്നീട് അതുവരെ ഫണ്ണിൽ നിന്ന് പോയെടുത്തും സീരിയസിലേക്ക് വരുന്നു, ഇന്റർവ്യൂസിലേക്ക് വരുന്നു, റിയാക്ഷൻസിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ചുവട് മാറ്റം അതിൽ നിന്ന് റിയാക്ഷൻസിലേക്ക് വന്നു. എനിക്കത് ബോച്ചയുടെ വീഡിയോ ആദ്യം റിയാക്ട് ചെയ്തത്. അങ്ങനെ അതിൽ നിന്ന് മാറി മാറി വന്നു. ഇനി ഇന്റർവ്യൂസ്, പ്രോഗ്രാംസ്, സൂര്യ ടിവിയിൽ കയറുന്നു, പിന്നെ റേഡിയോയിൽ പോകുന്നു. അത് എന്റെ ഇവിടുത്തെ ആദ്യം ഞാൻ റേഡിയോയിൽ വരണമെന്ന് ആഗ്രഹത്തിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ. പക്ഷെ ആ റേഡിയോയിൽ അവനെ അറിയത്തില്ല. അതിനുശേഷം എന്റെ വീഡിയോ വൈറലായി, വോയിസ് ഒക്കെ ഫേമസ് ആയി റേഡിയോയിൽ തന്നെ അങ്ങോട്ട് വിളിച്ചു, റേഡിയോയിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് റേഡിയോയിൽ വരുന്നത്. അതിനുശേഷം ഇങ്ങനെ വരുന്നു. അപ്പോഴും ഒരു കാര്യമുണ്ട്, അന്ന് എന്റെ വീട്ടിൽ ഉമ്മ ഉണ്ട്, വാപ്പ ഗൾഫില, 2 പെങ്ങന്മാരുണ്ട്. അപ്പൊ 3 പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ ആണ് ഒരാളാണ്. അപ്പൊ എന്റെ വീട്ടിൽ പെണ്ണുങ്ങൾ അവർ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ, അപ്പൊ എനിക്ക് കൂട്ടുകാരന്മാരോ അനിയന്മാരോ ഇല്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ പെമ്പിളാരോട് വലിയ താല്പര്യമൊന്നുമില്ല. ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരു പെമ്പിളാരും കമ്പനിയില്ല. പ്ലസ് 2 എത്തിയപ്പോൾ എന്റെ പെങ്ങളുടെ കല്യാണം പ്ലസ് 2 സമയത്താണ്. ഒരു പെണ്ണിനെ പോലും ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല. അപ്പോൾ എന്റെ അനിയത്തിയുടെ കൂടെ പഠിച്ചത് എന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ അനിയത്തിമാരുണ്ട്. അപ്പൊ അവര് പറയും ഇത്താടെ കല്യാണമല്ലോ, ഇക്ക വിളിച്ചില്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതെനിക്കൊരു വെറുപ്പാ പെമ്പിള്ളാരോട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് കിട്ടുന്നില്ല, ഒരു അനിയനോ സഹോദരനോ ഇല്ല, ആമ്പിള്ളാരോട് മാത്രം കമ്പനി. അങ്ങനെയാണ് പെമ്പിള്ളാരോട് തന്നെ പബ്ലിക് ഒപ്പീനിയൻ ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് അതൊരു ഇതായിരുന്നു, എന്നോട് സംസാരിക്കാത്ത, നമ്മളൊരു അവഗണന പോലെ നമുക്ക് അവിടെയും തന്നിട്ടുള്ളൂ പെമ്പിള്ളാർ. പക്ഷേ കുറെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിർത്തി പഠിക്കുന്ന കുറെ കുട്ടികളായതുകൊണ്ടായിരിക്കാം അവരവരൊരു ഗ്യാങ് ഉണ്ടാക്കി വെച്ചിരുന്നു. അവിടെ എനിക്ക് മെയിൻ ആവണം, ഫേമസ് ആവണം എന്നുള്ള വിചാരത്തിൽ ഞാൻ പെമ്പിള്ളാരോട് മാത്രം ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ആ ഈ വീഡിയോസ് എല്ലാം വൈറലായി, പബ്ലിക് ഒപ്പീനിയൻസ്. അങ്ങനെയാണ് അതിൽ നിന്നും പിന്നെ ചുവട് മാറ്റി, പിന്നെ ഈ പറയുന്ന പോലെ ആണും പെണ്ണും ഒക്കെ ഒരുപോലാണെന്നും എല്ലാം അങ്ങനെയൊക്കെ ഒരു കാര്യത്തിലേക്ക് വന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പോളിഷ് ചെയ്താണ് പിന്നെ ഇന്റർവ്യൂസിലേക്ക് പോയി. കോഫി തൽത്തോഹ് എന്ന് പറയുന്ന പ്രോഗ്രാം, അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സന്തോഷമുള്ളത് ഉമ്മൻചാണ്ടി സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതർമാൻസ് വ്യൂസ് പോയിന്റിലൂടെ നമ്മളെ നോക്കണം, അതായത് മറ്റൊരാളിൽ നിന്ന് നോക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അത്ര ശരിയൊന്നുമല്ല. ഞാൻ ഒരു ശരിയല്ല, എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും വീഡിയോസ് ആളുകളെ സഹായിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ അങ്ങനെ ആളുകൾ ചോദിക്കുക, അങ്ങനെ ആളുകളെ സഹായിക്കാനാണെങ്കിൽ വീഡിയോ കാണിക്കാൻ കൊടുത്താൽ പോരെ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഗുണമുണ്ട്, ആളുകൾ കണ്ട് കിട്ടുന്ന കാശാണ് ഈ ആൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് പബ്ലിസിറ്റി ചെയ്തേ പറ്റൂ. ഇതിൽ നിന്ന് എനിക്ക് 100% ദൈവത്തിന്റെ പുണ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പബ്ലിസിറ്റി തന്നെ കിട്ടൂ. പക്ഷെ ആ പബ്ലിസിറ്റിയിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന കാശിന്റെ ആൾക്ക് വയറ് നിറയുന്നുള്ള റിയാലിറ്റിയാണ്. അതാണ് ഇവിടെ ഇപ്പൊ ഈ ഒരു വന്ന് നിൽക്കുന്ന ഇതുവരെ എത്തുന്നതിനുള്ള കുറെ കാര്യങ്ങൾ ഇതാണ്. അപ്പോ അടിപൊളി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളുടെ കൂടെയുള്ളത് RJ അൽത്താഫ് ആണ്. നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല, ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചെറിയൊരു ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ചേതന FM 90.8 ഫേസ് ടു ഫേസ്.